പിന്നെ ഗോപു ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ബോർഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ട്രെയിൻ വന്ന് നിൽപ്പുണ്ട്. ഇപ്പൊ ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഒരു അങ്കിളും ആന്റിയും എന്തൊക്കെയോ കശുകശുഷാ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ ബാക്കിലുള്ള ഞങ്ങൾ എല്ലാരും ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് അവരെ, ബിക്കോസ് കുറച്ച് ലൗഡാണ്. അപ്പം ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇവരങ്ങോട്ട് കയറാൻ വേണ്ടി പോവുകയും ഈ അങ്കിൾ എന്തോ പറഞ്ഞു. ആന്റി ഒരു ഒറ്റ നടപ്പ് ട്രെയിനിലോട്ട് കയറിയില്ല, അങ്ങ് നടന്നുപോയി. അപ്പൊ അങ്കിള് ഡീ 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 എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ആന്റി തിരിഞ്ഞു നോക്കിയില്ല, ആന്റി അങ്ങ് നടന്നുപോയി. അപ്പൊ ഈ അങ്കിളും കയറിയില്ല, അവിടെ നിന്നിട്ട് എന്തൊക്കെയോ തുത്തുതാ പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പം ആക്ച്വലി ഞാൻ ഓർക്കാം, ആ ആന്റിയുടെ ഒരു ഫ്രസ്ട്രേഷൻ. ട്രെയിൻ വന്നു, ട്രെയിനിൽ കയറാൻ വേണ്ടി പോകുമ്പം അവിടുന്ന് ട്രെയിൻ കയറാണ്ട് നേരെ നടന്നങ്ങ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ഇമോഷൻസ് ഉള്ളിൽ വന്നിട്ടായിരിക്കും ആ ഫ്രസ്ട്രേഷനിൽ വന്നിരിക്കുന്നത് അല്ലേ? ഫ്രസ്ട്രേഷൻസ് എപ്പോഴാ കാണിക്കുക എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒന്ന് നമ്മൾ വല്ലാതെ ഫിസിക്കലി ഡ്രെയിൻഡ് ഔട്ട് ആയിട്ട് ക്ഷീണിച്ചിരിക്കുക, അല്ലെങ്കിൽ മെന്റലി ഭയങ്കര സ്ട്രെസ് ഉണ്ടെന്ന് വെച്ചോളൂ. ആ സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു എക്സ്പെക്റ്റേഷൻ ആ റിയാലിറ്റി ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വല്ലാത്ത ഫ്രസ്ട്രേഷൻ ആയിരിക്കും. ഇപ്പൊ ഇവരുടെ സിറ്റുവേഷൻ നമുക്ക് അറിയില്ല എന്ത് ഗോ ത്രൂ ചെയ്തതാണെന്ന്. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എവിടെയാണോ, നമുക്കറിയാം സംതിങ് ഇസ് ഗോയിങ് റോങ്, ഇത് ശരിയില്ല എന്ന്. പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ നമ്മളെ കയ്യിൽ ഒന്നുമില്ല. നമ്മളെ ബ്ലോക്ക്ഡ് ആണ് നമ്മൾ. ഇങ്ങനെ വരുന്ന രണ്ട് സിറ്റുവേഷനിലും നമ്മൾ ഒരുപാട് ഫ്രസ്ട്രേഷൻ കാണിച്ചു തുടങ്ങും. ആക്ച്വലി ഈ ഫ്രസ്ട്രേഷൻ വരുന്നതിന് മുമ്പേ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീസ് എന്ന്. അപ്പൊ എന്താന്ന് വെച്ചാന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു ലിമിറ്റും മനസ്സിലാവും. നമുക്ക് ഇതിനപ്പുറം പോകാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഈ ഫ്രസ്ട്രേഷൻ ആക്ച്വലി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു പേഷ്യൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ സിറ്റുവേഷനെ എങ്ങനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്കത് മനസ്സിലാകും അല്ലേ? പക്ഷെ ഇതിന്റെ ഏറ്റവും നെഗറ്റീവ് സൈഡ് എന്താ അറിയോ, ഇത് നമ്മൾ ഇറിറ്റേഷൻ കാരണം നമ്മൾ ആ റിലേഷൻഷിപ്പിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യും. അത് ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, പാർട്ട്ണർ ആവട്ടെ, ഫാമിലി ആരോടാണെങ്കിലും റിലേഷൻഷിപ്പിൽ എന്താ പറ്റുക വെച്ചാൽ ഒന്നുകിൽ നമ്മൾ സ്നാപ്പ് ചെയ്ത് തുടങ്ങും. ഓഫീസിലാണെങ്കിലും കണ്ടില്ലേ, ഫ്രസ്ട്രേഷൻ വന്നു സ്നാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ ഒരു ജാതി ആറ്റിറ്റ്യൂഡ് കാണിക്കും. ഒന്നുമില്ലെങ്കിൽ ആരോടും മിണ്ടാണ്ടിരുന്ന് തുടങ്ങും. അങ്ങനെ ഇത് നമ്മുടെ പല പ്രൊഡക്ടിവിറ്റീനെ ബാധിക്കും. ഈ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഫോക്കസിനെ ബാധിക്കും. അങ്ങനെ ഫ്രസ്ട്രേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യാതെ ഇരുന്നാൽ അത് ആങ്കറിലേക്കാണ് കൊണ്ടുപോയി എത്തിക്കുക നമ്മളെ. ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ശരിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഒന്നാമത്തെ കാര്യം അവരുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോഴേ അറിയാം ദാറ്റ് ദോസ് പീപ്പിൾ ആർ ഫ്രസ്ട്രേറ്റഡ്. ഇപ്പൊ പോയി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, തിരിച്ച് അറ്റാക്ക് കിട്ടും എന്നൊരു ഇത് മനസ്സിലാവും. പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിനും ഓവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അതുപോലെ പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരുന്നത്, എന്താ അവർ ചെയ്യുന്നതെന്ന് പോലും അവർക്ക് അറിയത്തില്ലാത്ത ഒരു അവസ്ഥ വരും. അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോഴില്ലേ നമ്മൾ ഒന്നെങ്കിൽ ആൾക്കാരെ അങ്ങനെ അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സ്വയമായിട്ട് അങ്ങ് സൈലന്റ് ആയി പോകും. അപ്പൊ ഇങ്ങനത്തെയൊക്കെ സിംറ്റംസ് കാണുമ്പോൾ നമുക്ക് അറിയാം ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഡീപ്പർ ആയിട്ട് ഇതിന്റെ റീസണിങ് വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നമ്മളെ കൺട്രോളിൽ നിൽക്കുന്നില്ല. ആളുകളും ഇല്ല, സിറ്റുവേഷനും ഇല്ല, ഒന്നും നമ്മുടെ കൺട്രോളിലില്ല. നമ്മൾ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നില്ല. ഈ കാരണം കൊണ്ട് ഞാൻ ഫെയിൽ ആവാൻ പോവാണ്. ഇത് മൂന്നും മനസ്സിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് നോർമലാണ് ഈ ഫ്രസ്ട്രേറ്റഡ് ആയി ഫീൽ ചെയ്യല്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അഗൈൻ ആദ്യം തന്നെ ഒരു പോസ് എടുക്കുകയാണ് വേണ്ടിയത്. ആ പോസ് എടുക്കുമ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റും എന്തൊക്കെ സിറ്റുവേഷൻ ആണ് നമ്മൾ ഈ ഫ്രസ്ട്രേഷനിലേക്ക് കൊണ്ടുപോകുന്നതെന്ന്. പിന്നെ ഒരു ബ്രേക്ക് എടുക്കുക. ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ മേ ബി ഒരു ചായ ബ്രേക്ക്, കോഫി ബ്രേക്ക്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു തമാശ മൂവി കാണുക. അപ്പൊക്കെ നമുക്ക് ചിലപ്പോൾ ഇല്ലേ ഈ ഫ്രസ്ട്രേഷനെ അങ്ങനെ താഴ്ത്തു കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മൾ നമ്മളുടെ ബൗണ്ടറീസ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷനിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും. അപ്പൊ അതും എനിക്ക് തോന്നുന്നു ഫ്രസ്ട്രേഷനെ കുറച്ച് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാ അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ ഇപ്പൊ വരാണ്ടിരിക്കുന്നില്ല. എല്ലാവർക്കും പല സിറ്റുവേഷനിലും പലപ്പോഴും ഫ്രസ്ട്രേറ്റ് ആയി തോന്നും. ചെറുതായിട്ട് ഹാൻഡിൽ ചെയ്ത് പറ്റിയാൽ രക്ഷപ്പെട്ടു. പിന്നെ നമുക്ക് ലീസ്റ്റ് മിനിമം ചെയ്യാൻ പറ്റുന്ന നമ്മളെ കയ്യിലുള്ള ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യാന്നാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് എ കോഴ്സ് ഓഫ് വിത്ത് റെൻ ആൻഡ് ഗോ.